നിങ്ങൾ ഓൾറെഡി തമ്മിൽ കണ്ടിട്ടുണ്ടാവില്ലേ, അതായത് മിക്സ് സ്കൈ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി പ്ലെയിൻ സ്കൈയും ക്ലൗഡ്സ് ഉള്ള സ്കൈയും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് ജസ്റ്റ് പോയി കണ്ടു നോക്കുക. അതാണ് ബേസിക്. അത് കഴിഞ്ഞിട്ട് ഇത് കുറച്ചൊരു അഡ്വാൻസ് ലെവൽ എന്നുള്ള രീതിക്ക് ഇനി ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ എല്ലാ എലിമെന്റ്സിനെയും എടുത്ത് ഇതുപോലെ ആയിരിക്കും ചെയ്യുക. ആദ്യം ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യും, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ട് വരും. ഓക്കെ, അപ്പം പിന്നെ അതുപോലെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ചാനലിൽ വാട്ടർ കളർ പെയിൻറ്റിങ്ങും ആക്രിലിക് പെയിൻറ്റിങ്ങിൻ്റെയും ബേസിക്സ് ആണ് ഇപ്പം ആസ് ഓഫ് നൗ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ടും കാണുന്ന എല്ലാ വീഡിയോസും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺസെപ്റ്റുകൾ ഇൻ്റർമിക്സ് ചെയ്യരുത്. കാരണം വാട്ടർ കളറിന് വേറെയാണ്, ആക്രിലിക്കിന് വേറെയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ അതിൻ്റെ ടൈറ്റിൽ നോക്കുക, അതിനകത്ത് ഏത് മീഡിയത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് നോക്കിയതിന് ശേഷം വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. പിന്നെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് ഇപ്പം പഴയ കമൻറ്റിലൊക്കെ പോയിട്ട് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ തിരിച്ച് നിങ്ങൾക്ക് റെസ്പോൺസ് ഒന്നും തരാത്തത്, അല്ലാണ്ട് കണ്ടിട്ട് പിന്നെ റിപ്ലൈ തരാത്തതല്ല. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്തു എന്നുള്ളത് ഞാൻ അറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനി കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് കമൻറ്റ് ചെയ്യുക. ഓൾറെഡി ഉള്ള പഴയ കമൻറ്റിൻ്റെ അടിയിൽ, അല്ലെങ്കിൽ നമ്മൾ തന്നെ കുറേ ലോങ് ആയിട്ടുള്ള ഒരു 5, 6, 7 കമൻറ്റ്സ് ഒന്നും വന്ന കമൻറ്റിൻ്റെ അടിയിൽ വീണ്ടും കമൻറ്റ് ചെയ്യേണ്ട. അതെനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല, അതുകൊണ്ട് ഞാൻ കാണുന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കാം. ആദ്യം ബേസിക്സ് കവർ ചെയ്ത് തരാം. എങ്ങനെയാണ് നമ്മളിതിനെ തുടങ്ങേണ്ടതെന്നുള്ളതും അതിൻ്റെ കളർ മിക്സിങ്ങും ഏതൊക്കെ കളേഴ്സാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. ഞാൻ ആക്ച്വൽ പെയിൻറ്റിങ്ങിൽ കുറച്ച് ബേൺ നമ്പർ യൂസ് ചെയ്തിട്ടുണ്ട്. അതില്ലെങ്കിൽ കുഴപ്പമില്ല, ഇതിനകത്ത് മിക്സ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പം യൂസ് ചെയ്യുന്നത് വൈറ്റും ക്രിംസണും യെല്ലോവും അൾട്രാമറൈൻ ബ്ലൂ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലൗഡ്സ് ചെയ്ത വീഡിയോയ്ക്ക് അത് പറയണ്ടായിരുന്നു, ഇങ്ങനെ റൗണ്ട് ആൻഡ് റൗണ്ട് മൂവ്മെൻറ്റിൽ ചെയ്തിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ബ്ലൂ കളറിൽ കുറച്ച് വൈറ്റ് മിക്സ് ചെയ്തിട്ട് അതിനെ റൗണ്ട് ആൻഡ് റൗണ്ടിൽ മൂവ് ചെയ്തിട്ടാണ് ഡീറ്റെയിൽ ചെയ്യുന്നത്. ക്ലൗഡിൻ്റെ ആ ഷേപ്പ് ഡീറ്റെയിൽ ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഡാർക്ക് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ കണ്ടൻറ്റ് കോൺസെൻട്രേഷൻ വൈറ്റ് കുറവായിട്ടുള്ള കളർ എടുത്ത് അപ്ലൈ ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിനകത്ത് പല ഷെയ്ഡ്സ് കിട്ടണമല്ലോ. പല ഷെയ്ഡ്സ് കിട്ടാൻ വേണ്ടി ഒരു പേർപ്പിൾ ഷെയ്ഡാണ് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് ക്രിംസൺ ആഡ് ചെയ്യുക, അത് അപ്ലൈ ചെയ്യുക. എന്നിട്ട് അതായത് കുറച്ച് ലൈറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അതിന് വൈറ്റ് ആഡ് ചെയ്യുക. അപ്പോൾ ഇത് കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല. നമ്മൾ താഴെ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ളതും മുകളിലേക്കാണ് നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്ലെയിൻ ആയിട്ട് വൈറ്റ് ക്ലൗഡ്സ് ചെയ്തപ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്തത്. താഴോട്ട് അല്ലെങ്കിൽ ഇന്നർ സൈഡിലേക്ക് കുറച്ച് ഡാർക്ക് ഷെയ്ഡും പുറമേക്ക് കുറച്ചും കൂടി വൈറ്റ് ആയിട്ട് തിക്കായിട്ടുള്ള ഒരു ക്ലിയർ വൈറ്റ് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡീറ്റെയിൽ ചെയ്തത്. അതേ കോൺസെപ്റ്റാണ് ഇവിടെയും, പക്ഷേ വൈറ്റിന് പകരം ബാക്കി വേറെ ഡിഫറെൻറ്റ് കളേഴ്സ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളൂ. അപ്പോൾ ഇനി അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടി ഒരു റെഡിലേക്ക് പോവുകയാണെങ്കിൽ റെഡിൻ്റെ കൂടെ ഈ നേരത്തെ നമ്മൾ പേർപ്പിൾ കിട്ടാൻ വേണ്ടിയിട്ട് മിക്സ് ഉണ്ടാക്കിയില്ലേ, അതിലേക്ക് കുറച്ചും കൂടി റെഡ് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക, കാരണം ഡാർക്ക് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് തന്നെ കുറച്ച് യെല്ലോ മിക്സ് ചെയ്യുക, അതായത് ഒരു ഓറഞ്ച് ടിഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ഓറഞ്ചിൻ്റെയൊക്കെ നമുക്ക് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യെല്ലോയിൽ കുറച്ച് റെഡ് മിക്സ് ചെയ്തിട്ടുള്ള ബ്രൈറ്റ് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ മിക്സ് ചെയ്യുക. കാരണം ലൈറ്റ് ടോണിലേക്കല്ലേ പോകേണ്ടത്, പക്ഷേ നമുക്ക് ബ്രൈറ്റ് ആവും വേണം. ബ്ലൂവിൻ്റെ ഇതിനൊക്കെ ലൈറ്റ് ടോൺ കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റ് ആഡ് ചെയ്യുക. ആ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്യും. എൻ്റെ ഒരു ബേസിക് തന്നെ നമ്മൾ കംപ്ലീറ്റ് ഒരേപോലെ നല്ലപോലെ ബ്ലെൻഡ് ചെയ്യണം. ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കുറച്ച് അവിടെ അൺഈവൺ എന്നല്ല, കുറച്ച് ഒരു അപ്പുറത്തെ കളർ, ഇപ്പോൾ ഒരു ഓറഞ്ച് കുറച്ച് ബ്ലൂവിലേക്ക് വന്നെടുക്കുക, ആ ഒരു രീതിക്കൊക്കെ വേണം. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിത് ആദ്യം വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പം വേണമെങ്കിൽ ചെയ്യാം. അതായത് ഒരു ബേസ് കളർ നമുക്ക് വൈറ്റ് എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ബേസ് കളർ കുറച്ച് ഡാർക്കായിട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമ്മൾ വൈറ്റ് കളർ അല്ലെങ്കിൽ ആ ഒരു ക്ലൗഡിൻ്റെ ഒരു ഹൈലൈറ്റ് ഉണ്ടല്ലോ, അത് നല്ലപോലെ എടുത്തേക്കും ആ ഒരു ലൈറ്റ് ടോൺ കൊടുക്കുന്നത്. ഇനി ഇത് ആക്രിലിക് അതിനെക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഷെയ്ഡല്ല വേറൊരു ഷെയ്ഡാണ് വേണ്ടതെന്ന് വെച്ചാൽ കുഴപ്പമില്ല. നിങ്ങളിത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ജസ്റ്റ് അതിൻ്റെ മുകളിൽ വീണ്ടും ഒന്ന് ഡ്രൈ ആയതിനു ശേഷം വീണ്ടും അപ്ലൈ ചെയ്താൽ മതി. കാരണം നേരത്തെ ആ മുകളിൽ ആ ഒരു ഓറഞ്ച് ടിഞ്ചുള്ള കളറും താഴെ ഭയങ്കരമായിട്ടൊരു ബ്ലൂ കളറും വന്നപ്പോൾ അത് തീരെ മാച്ചില്ലാത്ത പോലെ തോന്നി. അതുകൊണ്ട് കുറച്ചും കൂടി റെഡ് ആഡ് ചെയ്തിട്ട് അതിനെ കുറച്ചും കൂടി പേർപ്പിൾ ടോൺ ആക്കിയിട്ട് അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ഐഡിയ, എങ്ങനെയാണ് നമ്മൾ പല കളറുള്ള ഒരു ക്ലൗഡിനെ ചെയ്യാന്നുള്ളത്. അപ്പം ഞാനിങ്ങനെ ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആക്ച്വൽ പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം ടൈം എടുത്തിട്ടുണ്ട്. 2 to 3 hours എടുത്തു. അപ്പം അത് മൊത്തത്തിൽ എനിക്ക് കാണിക്കുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കോൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞു തന്നെ. ഇനി ജസ്റ്റ് നമുക്ക് എങ്ങനെയാണ് ചെയ്തത് എന്നും കൂടി ഞാൻ ഈ ലാർജ് പീസ്, അല്ലെങ്കിൽ ലാർജ് എന്ന് പറഞ്ഞാൽ വലിയ പീസല്ല, കുറച്ചൊരു വലിയ പീസിനകത്ത് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളതും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം.
അപ്പോൾ ആദ്യം ബേസ് കോട്ട് ഒന്ന് ഫില്ല് ചെയ്തു. അതായത് എനിക്ക് പല കളേഴ്സ് വേണമല്ലോ, അപ്പം കുറേ ഏരിയയിൽ ഒരു കളറാണെന്നുണ്ടെങ്കിൽ അതിന് ജസ്റ്റ് ബേസ് കോട്ട് പോലെ കളേഴ്സൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു, ജസ്റ്റ് റാൻഡമായിട്ട്. യൂസ് ചെയ്തിരിക്കുന്നത് റൗണ്ട് ബ്രഷാണ്. റൗണ്ട് ബ്രഷ് സൈസ് 4ഉം ഇതിനകത്ത് ബേസ് ഈ ബാക്ക്ഗ്രൗണ്ട് പോലെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലാറ്റ് ബ്രഷും യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്ലാറ്റ് ബ്രഷ് 1/2 ആണ് സൈസ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പാലറ്റ് കാണാമല്ലോ ഏതൊക്കെ കളേഴ്സാണ് എടുക്കുന്നതെന്ന്. അപ്പോൾ ഓരോ കളറും മെൻഷൻ ചെയ്യാൻ വെച്ചാൽ ആ ഒരു ഫ്ലോയ്ക്കകത്ത് ഞാൻ ഇങ്ങനെ നമ്മൾ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ ഒരു ഫ്ലോയിൽ എനിക്ക് വെച്ചാൽ നമ്മളൊരു വ്യൂ, എൻ്റെ ഒരു വ്യൂവിൽ ഓക്കെ ഇന്ന കളർ എടുത്താൽ നന്നാവും എന്നുള്ളൊരു വ്യൂവിൽ ഇങ്ങനെ ചെയ്ത് പോരുന്നതാണ്. അപ്പോൾ അത് ഇടയ്ക്ക് എനിക്ക് തോന്നുന്ന കളർ ഞാൻ എടുക്കുന്നുണ്ട്. എന്തായാലും നേരത്തെ പറഞ്ഞ കളേഴ്സ് മാത്രം എടുത്തുള്ളൂ, അതായത് വൈറ്റ്, അൾട്രാമറൈൻ ബ്ലൂ, ക്രിംസൺ, യെല്ലോ, ഈ 4 കളേഴ്സും. പിന്നെ കൂടാതെ കുറച്ച് ഡെപ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബേൺഡ് അമ്പറും യൂസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു മിക്സ്ഡ് ക്ലൗഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 4 കളേഴ്സ് എടുക്കുക, 4 കളേഴ്സിൻ്റെ പല കോമ്പിനേഷൻസ് ഉണ്ടാക്കുക, ഡാർക്ക് ഉണ്ടാക്കുക, ലൈറ്റ് ഉണ്ടാക്കുക. ഡാർക്ക് ഷെയ്ഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡും എടുത്തിട്ട് അതിനെ ഡീറ്റെയിൽ ചെയ്യുക. ഇതാണ് ബേസിക് ഐഡിയ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് ബേസ് വേണമെങ്കിൽ ഇതുപോലെ ഫുൾ അടിക്കുക. ഇപ്പോൾ ഞാനിവിടെ ലെഫ്റ്റ് സൈഡിൽ ബേസ് ഫുൾ അടിച്ചതല്ലേ, അതിന് ഡിവിഷനോ ബ്ലെൻഡോ ഒന്നും കൊടുത്തിട്ടില്ല. ഇനി ഇത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ആക്രിലിക് അതിനെ കൊണ്ട് വീണ്ടും ഡീറ്റെയിൽ ചെയ്യാനും പ്രശ്നമൊന്നുമില്ല. മറ്റേ പോലെ ഏരിയ തിരിച്ചിങ്ങനെ കളർ ഫില്ല് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾ ഒരു ബേസ് അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ഓവർലാപ്പ് പോലെ ഡീറ്റെയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഓരോ കളേഴ്സ്, ഇപ്പോൾ നമ്മളിവിടെ 4 ഡിഫറെൻറ്റ് കളേഴ്സ് ബ്ലെൻഡ് ചെയ്തു. അപ്പം അതെങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്യുന്നതെന്നൊക്കെയുള്ള വീഡിയോസൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ബ്ലെൻഡിങ്ങിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കുക. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. അപ്പം പ്ലെയിൻ സ്കൈ ക്ലൗഡ്സിൻ്റെ ഒക്കെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പം ഇത് കുറച്ചും കൂടി എന്താ പറയുക അതിൻ്റെ ഹയർ ലെവൽ വീഡിയോ ആണ്. അപ്പോൾ അത് ഭയങ്കര ബേസിക് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ട് ഇത് വന്ന് കാണുക. അപ്പം നമ്മൾ ബേസ് ഒരു ലെയർ ഫുൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് സെക്കൻഡ് ഡീറ്റെയിൽ തുടങ്ങുകയാണ്. അപ്പോൾ സെക്കൻഡ് ഡീറ്റെയിൽ തുടങ്ങുന്നത് ഞാൻ റൗണ്ട് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു ബേസ് കളർ അടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഒന്നെങ്കിൽ അതിന് സിമിലർ ആയിട്ടുള്ള കളറ്, അതിനകത്ത് കുറച്ച് ഡാർക്ക് എടുത്താലും സീനില്ല, അതിൻ്റെ ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ് അടിക്കുക, അതിൻ്റെ കൂടെ കുറച്ച് വൈറ്റ് മിക്സ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് കാണാമല്ലോ എൻ്റെ പാലറ്റിനകത്ത് ഒരു കംപ്ലീറ്റ് മിക്സ് ആയിട്ടുള്ളൊരു കളറില്ല, സെമി ആയിട്ടാണുള്ളത്. കാരണം അതിൻ്റെ ഇടയിൽ ഞാൻ വൈറ്റിലും ഇതാക്കുന്നുണ്ട്. അതിന് ചിലപ്പോൾ ഞാൻ കുറച്ച് ക്രിംസണിൽ ഡിപ്പ് ചെയ്യും. കാര്യം ഇതിൻ്റെ ഷെയ്ഡുകൾ ഇങ്ങനെ പല ഷെയ്ഡ് ഡിഫറൻസ് വരാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഒരു കംപ്ലീറ്റ് മിക്സ്ഡ് പെയിൻറ്റ് പാലറ്റിന് എടുത്തിട്ടല്ല അപ്ലൈ ചെയ്യുന്നത്. പല ഷെയ്ഡ്സ് എടുക്കുക, അപ്ലൈ ചെയ്യുക. റൗണ്ട് ആൻഡ് റൗണ്ട് മോഷനിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ബ്രഷിനെ ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് അപ്ലൈ ചെയ്യുക പെയിൻറ്റിനെ. ചില സ്ഥലത്ത് നമുക്ക് സ്മൂത്ത് ആയിട്ട് വേണം, ബ്ലെൻഡഡ് ആയിട്ട്, അവിടെ നിങ്ങൾ ക്ലൗഡ്സ് കൊടുക്കാതിരിക്കുക. ക്ലൗഡ് ചില സ്ഥലത്തൊക്കെ ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് ഡീറ്റെയിൽ ചെയ്യുക. ഇനി കംപ്ലീറ്റ് ഇതുപോലെ ഡീറ്റെയിൽ ചെയ്യുക. നമ്മൾ ഓൾറെഡി ഡിവൈഡ് ചെയ്തല്ലോ. ഇനി നിങ്ങൾക്ക് ഈ പെയിൻറ്റിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഫോട്ടോ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലും ഇടാം, എൻ്റെ യൂട്യൂബ് കമ്മ്യൂണിറ്റി ടാബിലും ഇടാം. അപ്പോൾ നിങ്ങൾ ഫോട്ടോ പോയി റെഫർ ചെയ്തതിന് ശേഷം ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തൊക്കെയാണ് സ്റ്റേജസ് എന്നുള്ളത്. എന്നതിന് ശേഷം നിങ്ങൾ കോൺസെപ്റ്റും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുശേഷം നിങ്ങൾ ഈ പെയിൻറ്റിങ് വർക്കൗട്ട് ചെയ്ത് നോക്കുക, നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾ പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ചെറിയ വർക്കല്ലേ, അപ്പം ഇതൊന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഓരോ ഷെയ്ഡ്, ഇപ്പം ഒരു 2-3ാമത്തെ ലെയർ ആകുമ്പോൾ ഓരോ ഷെയ്ഡും ചിലപ്പോൾ നിങ്ങൾക്ക് ചില സ്ഥലത്ത് ഡാർക്കായിട്ട് വേണമെന്ന് തോന്നും, അല്ലെങ്കിൽ ചിലപ്പോൾ ഡാർക്കും ലൈറ്റുമായിട്ടൊന്ന് ബ്ലെൻഡ് ആവണമെന്ന് തോന്നും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഏരിയൻസ് സെക്കൻഡ് ലെയർ, തേർഡ് ലെയർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ലെയർ കൊടുത്തിട്ട് അതിനെ ബ്ലെൻഡ് ചെയ്ത് എടുത്താൽ മതി. അപ്പം അത് ബ്ലെൻഡിങ്ങും ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാർക്കും ലൈറ്റും ഷെയ്ഡ്സ് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഹൈലൈറ്റ് പോലെ കുറച്ച് വൈറ്റോ ഇവിടെ യെല്ലോ അങ്ങനെ ഏതെങ്കിലും ഒരു ഷെയ്ഡിൻ്റെ ഒരു ബോർഡർ കൊടുക്കുന്നത് നന്നായിരിക്കും. അതായത് ക്ലൗഡിൻ്റെ പൊതുവേ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ പുറമെ ഓൾമോസ്റ്റ് ഒരു കളറിൻ്റെ ലൈറ്റ് ഷെയ്ഡായിട്ടും ഉള്ളിലേക്ക് ഡീപ്പ് അല്ലെങ്കിൽ ഡാർക്ക് ഷെയ്ഡായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് ക്ലൗഡിൻ്റെ കാര്യത്തിൽ ഈ ഒരു കോൺസെപ്റ്റിൽ ഒരു ചേഞ്ചും ഇല്ല. ഓക്കെ, അപ്പം
പെയിൻറ്റിങ് ഓൾമോസ്റ്റ് ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എനിക്കറിയാം നിങ്ങൾ കണ്ടിട്ട് എവിടെയല്ലാത്ത രീതിയിൽ എത്തിയിട്ടുണ്ടാവുമെന്ന്. കുഴപ്പമില്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുന്നുണ്ടാവും, പക്ഷേ ഇത് അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. വെച്ചാൽ ആദ്യം കാണിച്ച ആ ഒരു ചെറിയ കോൺസെപ്റ്റ് ഇല്ല, ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിനകത്തുള്ള ട്രീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ടാറ്റാ ബൈ.